ഉറച്ചു പാടുക. തലമുറകൾ തോറും പാടും ജപമണിമാകളിൽ ഉയരും പറുദീസയായി ദൈവത്തിന് പാർക്കാൻ പുണ്യാശ്രമമായി ഈശോയ്ക്ക് പറുദീസയായി ദൈവത്തിന് പാർക്കാൻ പുണ്യാശ്രമമായി ഈശോയ്ക്ക്. അമ്മേ, എന്റെ അമ്മേ, എന്റെ ഈശോയുടെ അമ്മേ, എന്റെ അമ്മേ, ഈശോ തന്നൊരമ്മേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ അശ്വതി വന്ന് അമ്മയുടെ അടുത്ത് ഇരുന്ന്, നിങ്ങൾക്കറിയാവില്ലേ, ഈ മാതാവിൻ്റെ അടുത്ത് ഇങ്ങനെ ഭജന ഇരിക്കുന്ന ആൾക്കാർ ഒത്തിരി പേരുണ്ട്. എല്ലാ ദിവസവും നോക്കുമ്പോൾ ഈ കസേരയെല്ലാം നിറഞ്ഞിരിക്കും. അവർ രാവിലെ വെളുപ്പിന് വന്ന് വരുന്നവരുണ്ട്, തലേ ദിവസം വന്ന് ഇവിടെ ലോഡ്ജിലേക്ക് താമസിച്ചിട്ട് വെളുപ്പിന് രാത്രി വന്നിരിക്കുന്നവരുണ്ട്. അങ്ങനെ കുറേ ഭജനക്കാരുണ്ട്. അപ്പോൾ ഇവർ മാതാവിൻ്റെ അടുത്തേക്ക് ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഒരു അഭിഷേകം അവർക്ക് കിട്ടും. കാര്യം വെച്ചാൽ ജനലക്ഷങ്ങൾ അനുഗ്രഹം പ്രാപിച്ച ഒരു വിശുദ്ധ മണ്ണിൽ നമ്മൾ വന്നിരിക്കുകയല്ലേ. അപ്പം നമ്മളിവിടെ വന്ന് വെറുതെ അങ്ങ് ഇരുന്ന് അമ്മയുടെ മുഖത്തൊക്കെ നോക്കി ഇരുന്ന് ഒരു ജപമാലയൊക്കെ ചെല്ലാൻ പറ്റും ചെല്ലി, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന അറിയാവുന്ന ചെല്ലി, അല്ലെങ്കിൽ നമുക്കറിയാവുന്ന സങ്കടങ്ങൾ അമ്മയോട് പറഞ്ഞൊക്കെ ഇരിക്കുമ്പോൾ തന്നെ കുറച്ച് കഴിയുമ്പോൾ, ഇപ്പോൾ ഒരു ദിവസം ഉണ്ടായി, ഒരു ദിവസം ഉണ്ടായി ആശുപത്രിയുടെ കൂടെ വേറൊരു മനുഷ്യനൊരു സാക്ഷ്യം പറഞ്ഞു. കോട്ടയത്ത് നിന്ന് ഒരു ടോമി എന്നും പറഞ്ഞു. ടോമിയുടെ ഇത് എന്ന് പറയണത് ഒരു ബേക്കറി നടത്തുകയാണ്. ബേക്കറി നടത്തി പൊളിഞ്ഞപ്പോൾ അതുപോലെ തന്നെ ടോമി വന്ന് ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ ബേക്കറി പൂട്ടുകാൻ പോവുകയാണ്. കാര്യം ഇനി ബേക്കറിയിലെ സാധനം വാങ്ങിച്ച് വെക്കാൻ കാശില്ല. സാധനങ്ങൾ വാങ്ങിച്ച് വെക്കാൻ ബേക്കറിയിൽ പുതിയ സാധനങ്ങളില്ലെങ്കിൽ ആൾക്കാർ വന്ന് വെറൈറ്റി നോക്കിയിട്ടല്ലേ ആൾക്കാർ വാങ്ങിക്കത്തില്ല, അല്ലെങ്കിൽ വേറെ ബേക്കറിയിലോട്ട് പോകും. അങ്ങനെ ആൾക്കാർ വേറെ ബേക്കറിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഏറെക്കൊരു അടഞ്ഞൊരവസ്ഥയാണ്. അപ്പോൾ ഇയാളിത് പൂട്ടുകയാണ്. ഇനി ആർക്കെങ്കിലും വിൽക്കണമെങ്കിൽ വിൽക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഒരു അമ്മയും കുഞ്ഞും ഇയാളെ കാണാൻ വരും വെളുപ്പിനെ. അത് നീ ഇത് പൂട്ടുകയാണെന്ന് ചോദിക്കൂ. എന്നിട്ട് പറയും നീ ഒരു ഉടമ്പടി എടുത്ത് ഒരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ പറയും. അപ്പോൾ ഉടമ്പടി ഇയാൾ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇയാൾക്ക് എടുക്കേണ്ടത് എന്താണ്? ഡേറ്റ് ഇടുകയാണ്. ഇയാൾക്ക് അത് മനസ്സിലിങ്ങനെ ഒരു ഡേറ്റ് ഇടാം. ഡേറ്റ് ഇട്ട് എന്ത് പ്രാർത്ഥിക്കണം? ഇപ്പം ഇയാൾ പ്രാർത്ഥിക്കണ ഇതാണ്, 7-ാം തീയതി ഒരു ഡേറ്റ് ഇടുക ഇയാൾ. ഇക്കാലത്തെ ദൈവാനുഭവങ്ങളെന്ന് പറയണത്, ഉടമ്പടിയുടെ ദൈവാനുഭവങ്ങൾ വേറൊരു വെറൈറ്റി ലെവലാണത്. നമ്മൾ സാധാരണ രീതിയിലല്ല. ഭയങ്കര കമ്മ്യൂണിക്കബിളാണ്. അത് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളിപ്പോഴും ഇതുവരെയൊക്കെ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ ദൈവം നിങ്ങളുടെ ഉടമ്പടിയെ അത്ര കണ്ട് മാനിച്ചിട്ടില്ല എന്നതിൻ്റെ അർത്ഥം. പ്രസൻസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ഇതിൻ്റെ ഒരു മുഖമുദ്രയാണ്. അടയാളങ്ങളും അത്ഭുതങ്ങളൊക്കെ നടക്കും, പക്ഷേ ഇതിൻ്റെ ഒരു ഗ്രേഡ് കൂടിയ സാധനം പ്രസൻസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസാണ്. വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സാന്നിധ്യവും, അത് ചിലപ്പോൾ വേറെ എന്തെങ്കിലും സാധനം മുല്ലപ്പൂ മണമോ അല്ല മഴവില്ലോ അല്ലെങ്കിൽ ഇതുപോലെ ആരെങ്കിലും ദൂതന്മാരെയൊക്കെ ചെയ്യുന്നതാണ് പ്രസൻസ് എന്ന് പറഞ്ഞാൽ. കമ്മ്യൂണിക്കേഷൻസ് ഇൻട്രാക്ട് ചെയ്യും. ഇപ്പോൾ ഒരു സാക്ഷി മെനേന്നൊരു സാക്ഷ്യം പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ഒരു കുഞ്ഞിൻ്റെ 3 മാസം പ്രായമുള്ള കുഞ്ഞിൻ്റെ വലത് കിഡ്നിക്ക് മുഴ. അപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ ഇതിനെ ചെത്തിക്കയറി കിഡ്നി മാറ്റണതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. അല്ല ശരീരത്തിൽ കത്തി വെക്കുന്നതിനെക്കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ പറ്റണില്ല. അവർ കണ്ണീരോടെ ഇരുന്ന് ഉടമ്പടി ചെയ്തിട്ട് ഈ വലത് കിഡ്നി മുഴ കണ്ട സ്ഥലത്ത്, നീര് വന്ന സ്ഥലത്ത് ഇൻഫ്ലേഷനാണ്. അതവിടെ ഉടമ്പടി തൈലം
ഉരുട്ടിക്കൊണ്ടിരിക്കുകയാണ്. വിശ്വാസ പ്രമാണം ചൊല്ലി. അപ്പം സ്വപ്നത്തിൽ ഒരു പ്രത്യക്ഷീകരണം. എന്നിട്ട് പറയും, നീ ഉടമ്പടിത്തലം തേച്ച് പ്രാർത്ഥിക്കുന്നത് വലതുവശത്താണ്, പക്ഷെ കൊച്ചിൻ്റെ കിഡ്നി പോയിരിക്കുന്നത് ഇടതുവശത്തെ കിഡ്നിയാണെന്ന് പറയും. ആ സ്വപ്നത്തിൽ കമ്മ്യൂണിക്കേഷൻ കൂടെ പോക്ക് കണ്ടില്ലേ? അപ്പോൾ ഉടനെ പിറ്റേ ദിവസം ഇവളെ ആശുപത്രിയിൽ പോയിച്ചുമ്പോൾ ഈ കൊച്ചിനെ കാണിക്കുക, സ്കാൻ ചെയ്യുമ്പോൾ അത് ശരിയാണ്, വലതുവശത്താണ് നീരെങ്കിലും കിഡ്നി പോയിരിക്കുന്നത് കൊച്ചിൻ്റെ ഇടതുവശത്താണ്. സ്വപ്നത്തിൽ കണ്ടത് കറക്റ്റാണ്. അപ്പോൾ ഇവളെന്നാ ചെയ്യും? ഉടമ്പടിത്തൈല ഇടതുവശത്തിടാൻ തുടങ്ങും. ഇടതുവശത്തിട്ട് പ്രാർത്ഥിക്കുന്നവരുടെ കൂടി അത് ചുട്ടിപ്പോവും. 2 പ്രാവശ്യം പ്രാർത്ഥിക്കുന്ന ചുട്ടിപ്പോവും. അപ്പോൾ ഈ പ്രസൻസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് നമ്മൾ ഒരു കാലത്തും കേൾക്കാത്ത കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കേൾക്കുന്നത്. പ്രസൻസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ്, അതായത് നമ്മൾ നേരിട്ട് വന്ന് ദൈവത്തിന് പണ്ട് മുതലേ ഉള്ളതാണ്. ഞാൻ എൻ്റെ ജനത്തെ അവിടുന്ന് അടയാളം കാണുമ്പോൾ അവിടുന്ന് തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി. മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ലൂക്കാ 1:68. ലൂക്കാ 1:68. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ. പറഞ്ഞ്, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ. അവിടുന്ന് തന്റെ ജനത്തെ സന്ദർശിച്ചു രക്ഷിച്ചു. അത് അപ്പോൾ ദൈവത്തിൻ്റെ പണ്ട് മുതലെയുള്ള ഒരു ഏർപ്പാടാണിത്. എന്താണ്? തൻ്റെ ജനത്തെ സന്ദർശിക്കുക. ഇവിടെ നമ്മുടെ മുമ്പിലുള്ളൊരു ചാലഞ്ച് എന്താണ്? ദൈവത്തിൻ്റെ ജനമായിട്ട് മാറണം. എന്നാൽ സന്ദർശനം നടക്കും. പീഡിയ വചനം എന്താണ്? പറഞ്ഞ്, അവിടുന്ന് തൻ്റെ ജനത്തെ സന്ദർശിച്ച് രക്ഷിച്ചിരിക്കുന്നു. അപ്പൊ ദൈവത്തിൻ്റെ ഒരു മോഡ് ഓഫ് ആക്ഷൻ എന്താണ്? വിസിറ്റ് ചെയ്യുക, നമ്മളെ സന്ദർശിക്കുക. ആരാണ് സന്ദർശിക്കണത്? തൻ്റെ ജനത്തെ. നമ്മുടെ ചാലഞ്ച് എന്താണ്? തൻ്റെ ജനമായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യണം. ദൈവത്തിൻ്റെ ജനം. അപ്പം ദൈവത്തിൻ്റെ ജനം, അപ്പം ദൈവത്തിൻ്റെ മകൾ, ദൈവത്തിൻ്റെ മകൻ, അതാരായിരിക്കും? അത് പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്നവരെ, അല്ലേ? ലോകാത്മാവിനാലല്ല, ദുഷ്ടാത്മാവിനാലല്ല, സുവിശേഷത്താൽ നയിക്കപ്പെടുന്നവരാണ്. 8:14 എടുത്ത്. റോമ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. റോമ 8:14. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. അപ്പൊ സുവിശേഷത്താൽ നയിക്കപ്പെട്ടു കഴിഞ്ഞാൽ സുവിശേഷം അനുസരിച്ച് കൊണ്ട് ജീവിതം ഒന്ന് പുനഃക്രമീകരിക്കണം. അങ്ങനെ വരുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ ജനമാവും. വിസിറ്റിംഗ് പെട്ടെന്ന് നടക്കും. വിസിറ്റിംഗ് നിസ്സാരമായൊരു കാര്യമാണ്. നമ്മൾ ഓക്കെ ആണെങ്കിൽ ഏത് സമയത്തും വിസിറ്റിംഗ് നടക്കും. എല്ലാ കാര്യത്തെക്കുറിച്ചും ദൈവം നേരിട്ട് നമ്മളോട് വന്ന് സംസാരിക്കും. അത് പഴയ സുവിശേഷത്തിൽ മാത്രമുള്ളല്ല, ഈ കാലങ്ങളിൽ സാധാരണ മനുഷ്യരും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരും എല്ലാവരും അനുഭവിക്കുന്നൊരു വിഷയമാണ്. ഇപ്പം തന്നെ ഇയാളുടെ ടോമിയുടെ കാര്യം എന്താ? ടോമിയോട് പറഞ്ഞത്, ഉടമ്പടി എടുത്തിട്ട് ആ ചേച്ചിയും മകളും കൂടി വന്ന്, കുഞ്ഞും കൂടി വന്ന് പറഞ്ഞത് എന്താണ്? നീ ഡേറ്റ് ഇടാൻ പറഞ്ഞ്. അപ്പോൾ ടോമി ഒരു ഡേറ്റ് ഇടും. എന്താ ഡേറ്റ്? വളരെ അടുത്ത ഡേറ്റ് ഇടും. 7-ാം തീയതി. 7-ാം തീയതി ഡേറ്റ് ഇട്ടിട്ട് എന്താ പറയണത്? ഈ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന കാരണം ഒരു പ്രശ്നമുണ്ട്. നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ 32:8 എടുത്ത്. ശ്രുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ.
സങ്കീർത്തനം 32:8. സങ്കീർത്തനം 32:8. ഞാൻ നിന്നെ ഉപദേശിക്കാം, ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം. പറഞ്ഞ നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച്, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം. നിന്നെ ഉപദേശിക്കാം. ഇതെന്നെ പരിപാടി. പണ്ട് പോയ സങ്കീർത്തന കാലങ്ങളിലുണ്ടായിരുന്ന അതേ ദൈവം തന്നെയാണ് ഇന്ന്. അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. 2023 മെയ് 7-നാണ് ഞാൻ ഉടമ്പടി വന്നത്. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ഉടമ്പടിയിലാണ് ജീവിക്കുന്നത്. ഞാൻ ഉടമ്പടിയിലായിരിക്കുമ്പോൾ തന്നെ ഞാനിത് എൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. ഞാനൊരു ഗവൺമെൻറ് ജോലിക്ക് വേണ്ടിയാണ് ആദ്യം ഞാൻ മാതാവിൻ്റെ പടം ഞാൻ ഇവിടെ സാക്ഷ്യപ്പെടുത്തിയതാണ്. ജോലി കിട്ടിക്കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ജോലി ചെയ്തിരുന്ന ഓഫീസിൽ നിന്ന് മാറണമെന്ന് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് അതിൻ്റെ തന്നെ വേറൊരു ഓഫീസിലേക്ക് മാറുവാൻ വേണ്ടി ഞാനിവിടെ വന്ന് 2ാമത്തെ ഉടമ്പടിയിൽ അമ്മയ്ക്ക് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ ആ ഓഫീസിലേക്ക് മാറണമെങ്കിൽ എനിക്ക് പ്രൊമോഷനോട് കൂടി മാത്രമേ മാറാൻ പറ്റുള്ളൂ. പ്രൊമോഷൻ വലിയ ബെനിഫിറ്റൊന്നും ഇല്ല, പ്രൊമോഷനല്ല. അല്ലെങ്കിലും എനിക്കിത് ആ ഓഫീസിലേക്ക് മാറണമെങ്കിൽ ഈ പ്രൊമോഷൻ കിട്ടിയേ പറ്റൂ. അങ്ങനെ ഞാൻ അതിനുവേണ്ടി മാതാവിനോട് നിരന്തരം പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് പ്രൊമോഷൻ ലഭിച്ചു. പക്ഷേ എനിക്ക് പ്രൊമോഷൻ കിട്ടി തിരുവനന്തപുരത്താണ് പോകേണ്ടി വന്നത്. എറണാകുളത്താണ് ഞാൻ വർക്ക് ചെയ്യുന്നത്, എറണാകുളത്തല്ല എനിക്ക് കിട്ടിയത്. പക്ഷേ എങ്കിലും ഞാനിവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട്, അമ്മ മാതാവ് ഞാൻ എറണാകുളത്താണല്ലോ വെച്ചത്, എനിക്ക് തിരുവനന്തപുരത്താണല്ലോ കിട്ടിയെന്നും പറഞ്ഞ് മാതാവ് എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തിരുവനന്തപുരത്തേക്ക് പോയി ജോയിൻ ചെയ്ത് ലീവ് എടുത്തിട്ട് ഞാൻ തിരിച്ചു വന്നു. 1 മാസം കഴിഞ്ഞിട്ടാണ് പിന്നെ പോയി ഞാൻ ജോയിൻ ചെയ്തത്. നിരന്തരം ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കുകയും പ്രേക്ഷിത പ്രവർത്തനങ്ങളെല്ലാം അച്ഛൻ പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യുമായിരുന്നു. പിന്നെ ഞാൻ അവിടുന്ന് പോയി ഇവിടെ എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്ത് പോയി ജോയിൻ ചെയ്തപ്പോൾ തന്നെ അവിടെ കുറേ ആളുകൾ എന്നെ വെച്ചാൽ ഞാൻ ഒഴിഞ്ഞായിരുന്നെങ്കിൽ വേറൊരാൾക്ക് പ്രൊമോഷൻ കിട്ടുമായിരുന്നു. എൻ്റെ ജൂനിയറായിരുന്നു. അതിൻ്റെ പേരിൽ കുറച്ച് ആളുകൾ കൂടി എനിക്ക് ട്രാൻസ്ഫറിന് തരുമല്ല, 6 വർഷം കഴിഞ്ഞ് നിന്നെ നാട്ടിൽ വിടുള്ളൂ എന്നുള്ള രീതിയിൽ ഞാൻ അവർ ഹട്ട് ചെയ്ത് പറഞ്ഞല്ല, കാര്യം പറഞ്ഞ രീതി പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെ കണ്ടിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നു. അങ്ങനെ ഞാൻ ഹോസ്റ്റൽ ജീവിതത്തിലായിരുന്നുകൊണ്ട് എനിക്ക് കൂടുതൽ സമയം മാതാവുമായിട്ട് അടുക്കാൻ പറ്റി. എനിക്ക് വിശുദ്ധ കുർബാന എന്ന് സ്വീകരിക്കുവാനും കുമ്പസാരിക്കുവാനും കാരണപ്രവർത്തികളൊക്കെ ചെയ്യാനും ഇഷ്ടംപോലെ സമയം എനിക്കിട്ട്. ഞാനും എൻ്റെ ഹസ്ബൻഡും ഇവിടുന്ന് പോയപ്പോൾ തന്നെ, തിരുവനന്തപുരത്ത് പോയപ്പോൾ തന്നെ, എനിക്ക് ജോയിൻ ചെയ്യാൻ പോയപ്പോൾ തന്നെ ഇവിടുന്ന് പത്രം മേടിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അവിടെ കുറേ സ്ഥലങ്ങളിൽ കൊടുക്കുകയൊക്കെ ചെയ്തു. അപ്പം എനിക്ക് മനസ്സിലായി എന്നെ കൂടുതൽ ഈശോയിലേക്കും അമ്മയിലേക്കും അടുപ്പിക്കാൻ വേണ്ടിയാണ് അമ്മ എനിക്ക് തിരുവനന്തപുരത്തേക്ക് തന്നത് എന്ന് എനിക്ക് മനസ്സിലായി. അതിനുശേഷം 2ാമത് ഞാൻ പിന്നെ എല്ലാ ആഴ്ചയിലും വീട്ടിൽ വരുമ്പോഴും ഞാനും എൻ്റെ ഹസ്ബൻഡ് പോയി പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നു. അനാഥാലയങ്ങളെ സന്ദർശിക്കുക, പത്രവിതരണം ഇതെല്ലാം നടത്തുമായിരുന്നു. അപ്പോൾ 3ാമത്തെ ഉടമ്പടി പുതുക്കാൻ വേണ്ടി ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് തിരിച്ച് എറണാകുളത്തേക്ക് വരാൻ വേണ്ടി വേക്കൻസി ഇല്ലായിരുന്നു. അപ്പോൾ എൻ്റെ മുകളിലുള്ളൊരു ചേട്ടന് പ്രൊമോഷൻ കിട്ടിയാൽ എനിക്ക് എറണാകുളത്തേക്ക് വരാൻ പറ്റുള്ളായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ്റെ നിയോഗം ആ ചേട്ടൻ്റെ പ്രൊമോഷൻ ഞാൻ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചതിന് ഫലം ആ ചേട്ടൻ പ്രൊമോഷൻ കിട്ടും. പക്ഷേ ആ പ്രൊമോഷൻ കിട്ടിയാൽ ആ വേക്കൻസിയിലും എന്നെ വിടൂല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഓഫീസർമാർ കിടന്ന് ബഹളമായിരുന്നു. കാരണം ഞാൻ അങ്ങോട്ട് ചെന്ന് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ ചെന്നില്ലായിരുന്നെങ്കിൽ വേറൊരാൾക്ക് കിട്ടുമായിരുന്നു, അതിനുവേണ്ടിയായിരുന്നു. അപ്പം ഞാനിങ്ങനെ നിരന്തരമായി പ്രാർത്ഥിച്ചതിൻ്റെ ഫലം അപ്പം അങ്ങനെ എനിക്ക് മാതാവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് അവിടെ എന്നും രാവിലെ ഓഫീസറുടെ റൂമിൽ കൊണ്ടുപോയി പത്രം ഇടുന്ന ജോലി എനിക്ക് കിട്ടി. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ പത്രത്തിൽ മാതാവിൻ്റെ അമ്മയുടെ അമ്മയുടെ നേർച്ച വസ്തുവായ ഉപ്പ് ആ പത്രത്തിൻ്റെ ഉള്ളിൽ വിതറി വിശ്വാസ പ്രമാണം ചൊല്ലി എന്നും ജോയിൻറ്റ് ഡയറക്ടർ ടേബിളിൽ കൊണ്ടിടുമായിരുന്നു. അങ്ങനെ ആ ജോയിൻറ്റ് ഡയറക്ടർക്ക് എന്നും ഈ പത്രം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്നോട് ഭയങ്കര ഒരു സിമ്പതി തോന്നി. അത് കഴിഞ്ഞ് ഈ ആദ്യത്തെ വേക്കൻസി വന്നപ്പോൾ ഇവരെനിക്ക് തരാമെന്ന് പറഞ്ഞിട്ട് എന്നോട് കലിപ്പുള്ള കുറേ ആളുകൾ എന്നെ വിടാൻ സമ്മതിച്ചില്ല. അവർക്ക് താല്പര്യം ഉണ്ടായിട്ട് തന്നെ അവർ മറ്റുള്ള ആൾക്കാർ എന്നെ വിടാൻ താല്പര്യപ്പെട്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ 2ാമതും വേക്കൻസി വന്നു. 2ാമതൊരു വേക്കൻസി വന്നിട്ട് ഇവരൊക്കെ എന്നെ വിടാൻ ഒട്ടും താല്പര്യമില്ല. പിന്നെ ഞാനിവിടെ വന്ന് 4ാമത് ഉടമ്പടി പുതുക്കി. 4ാമത്തെ ഉടമ്പടി പുതുക്കി വളരെ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ച്. അപ്പോൾ എനിക്കിങ്ങനെ കുറേ ദിവസങ്ങളായിട്ട് 4ാമത്തെ ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ ഞാൻ എന്നും ജോസഫച്ചനെ സ്വപ്നം കാണും. എന്നും ഈ ആൾത്താരിൽ നിന്ന് ഞാൻ ജോസഫച്ചനുമായിട്ട് സംസാരിക്കുന്നതായിട്ടും എന്തൊക്കെയോ പറയുന്നതായിട്ടും ഞാനിങ്ങനെ സ്വപ്നം കണ്ടു. അപ്പം നിരന്തരം കണ്ടുകൊണ്ടിരിക്കുക ജോസഫച്ചൻ്റെ സ്വപ്നം. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, നീ എന്തായാലും അച്ഛനെ പോയി കാണാൻ പറഞ്ഞു.
അപ്പോൾ അച്ഛനെ കാണാൻ വേണ്ടി ഞാൻ ഇവിടെ വന്നപ്പോൾ അച്ഛൻ കൽക്കട്ടയ്ക്ക് പോയേക്കുന്നു. അപ്പോൾ പിന്നത്തെ ആഴ്ച ഞാൻ പിന്നെയും വന്നു, ഞാൻ ലീവ് എടുത്ത് പിന്നെയും വന്നു. പിന്നെ വന്നപ്പം വരുന്ന വഴിയിൽ ഞാൻ ആരെ കണ്ടാലും അമ്മ മാതാവിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പം ബസ്സിൽ വെച്ച് ഒരു ചേച്ചി ഇങ്ങനെ ചോദിച്ചു, ഒരു ഹിന്ദു ചേച്ചി, സജന എന്നാണ് ആ ചേച്ചിയുടെ പേര്. അപ്പോൾ ചേച്ചിയുടെ ഞാൻ ഇങ്ങനെ ഉടമ്പടിയെ പറ്റിയൊക്കെ പറഞ്ഞപ്പം ചേച്ചി എന്നോട്, ആ ഹിന്ദു ചേച്ചി എന്നോട് പറഞ്ഞത്, ഉടമ്പടിയല്ല വലുത്, ഇത്രയും ആളുകളുടെ ഇത്രയും കുടുംബങ്ങൾ രക്ഷിക്കുന്ന ആ അച്ഛനല്ലേ ഏറ്റവും വലുത് എന്നിങ്ങനെ എന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് അന്നേരം അത് എനിക്ക് ഇങ്ങനെ വലിയ ഫീൽ ചെയ്തില്ല. പക്ഷേ ഞാനിങ്ങനെ അച്ഛനെ കാണാൻ വേണ്ടി ഇവിടെ വന്ന് ടോക്കൺ എടുത്ത് കഴിഞ്ഞപ്പോൾ അച്ഛൻ ആകെ ടയർഡായിരുന്നു. അപ്പോൾ അച്ഛനെ എനിക്ക് വെള്ള പേപ്പറിലാണ് എഴുതി തന്നെ. അപ്പോൾ ഞാനിങ്ങനെ അച്ഛൻ അടുത്ത് വിളിച്ച് അച്ഛൻ തലയിൽ തൊട്ടുകൊണ്ടിരുന്നപ്പം ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം എനിക്ക് ട്രാൻസ്ഫർ കിട്ടണമെന്നുള്ള കാര്യം മറന്നുപോയിട്ട് ഞാൻ അച്ഛന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ജോസഫ് അച്ഛന് ദീർഘായുസ് കൊടുക്കണേ. ഞാനിങ്ങനെ എനിക്കറിയത്തില്ല, എൻ്റെ കണ്ണിങ്ങനെ ഒന്ന് അറിഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ അച്ഛൻ ചോദിച്ച ഉത്തരത്തിന് ഞാൻ വേറെ എന്തോ, അച്ഛൻ എത്ര വർഷമായി തിരുവനന്തപുരത്ത് നിന്നാണ് ചോദിച്ചത്. പക്ഷേ ഞാൻ അറിയാണ്ട് പറഞ്ഞു പോയി 8 വർഷം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് പോയിട്ട് 1 വർഷം ആയുള്ളായിരുന്നു. അപ്പം എനിക്കതും ഞാൻ അച്ഛൻ ചോദിച്ച ഉത്തരത്തിന് നല്ല മറുപടി പറഞ്ഞതെന്ന് പറഞ്ഞ് ഞാൻ ഹസ്ബൻഡ് എടുത്തതെന്ന് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, സാരമില്ല, നീ പ്രാർത്ഥിച്ചില്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ സാന്ത്വനപ്പെടുത്തി. അത് കഴിഞ്ഞ് അച്ഛനെ കണ്ടു കഴിഞ്ഞിട്ട് അച്ഛൻ്റെ ബ്ലെസ്സിങ് ഒക്കെ മേടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് ഒരാഴ്ച അപ്പോൾ ഹോസ്റ്റൽ റൂമിൽ ഞാൻ തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ദിവസം രാത്രിയിൽ ഒരു 2:30-3 മണിയോടായി കാണും. സ്വപ്നത്തിൽ ഇങ്ങനെ ഒരു സ്ത്രീ ശബ്ദം, ജാസ്മിൻ്റെ ട്രാൻസ്ഫറിൻ്റെ കാര്യം ഞാൻ ശരിയാക്കിയിട്ടുണ്ടെന്ന് ഭയങ്കര ഇടിവെട്ടുന്ന ശബ്ദത്തിലാണ്. എൻ്റെ റൂം മുഴുവൻ കുലുങ്ങുന്നില്ല. അപ്പോൾ ഞാൻ ഓർത്തിന് ഇടിവെട്ടുവാണോ, ഇതെന്താ ഇങ്ങനെ? അച്ഛനെ കണ്ടിട്ട് പോയി ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ്. അപ്പം ഞാൻ പിന്നെ കുറേ നേരം കൂടെ കഴിഞ്ഞിട്ടാണ് പിന്നെ എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റും. കണ്ണ് തുറന്നപ്പോഴത്തേനും 3 മണി സമയം കഴിഞ്ഞു. അത് കഴിഞ്ഞ് നേരം വെളുത്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അപ്പം ഇവരിങ്ങനെ ഈ ലേഡി ശബ്ദം കേട്ടപ്പോൾ ഞാൻ അവരോട് പറയുന്നുണ്ട്, വേണ്ട, നിങ്ങൾ എൻ്റെ കാര്യം ഒന്നും ശരിയാക്കണ്ട, ഞാൻ കൃപാസന മാതാവിന് ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ട്, നിങ്ങൾ എൻ്റെ കാര്യം ശരിയാക്കണ്ടെന്ന് ഞാൻ ഇവരോട് തിരിച്ചു പറഞ്ഞായിട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എന്നിട്ട് ഞാൻ കണ്ണൊക്കെ തുറന്ന് രാവിലെ ഹസ്ബൻഡ് വിളിക്കുമ്പോൾ പറയും, നീ എന്താ ഇന്ന് സ്വപ്നം കാണും? അപ്പം ഞാൻ ഈ മാതാവിനെയും ഈശോയൊക്കെ സ്വപ്നം കാണും. അപ്പം ഞാൻ ഈ കാര്യങ്ങൾ പറയും, ഓരോരോ കാര്യങ്ങൾ, ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം പറയും. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറയും, നിൻ്റെ കാര്യമെല്ലാം ശരിയായിട്ടുണ്ട്, ഈ മാതാവെല്ലാം ശരിയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേനും ഒരു മാസം ആകുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ ഓഫീസിൽ ചെറിയൊരു ഇഷ്യൂ അല്ല, അത്യാവശ്യം വലിയൊരു ഇഷ്യൂ ഉണ്ടായി. അതായത് എന്നെ ട്രാൻസ്ഫർ തരൂല്ല എന്ന് പറഞ്ഞ ആളുകളെല്ലാം ഇതിനകത്ത് ഉൾപ്പെട്ടു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഞങ്ങളുടെ ഓഫീസിൽ തന്നെ 190 സ്റ്റാഫുണ്ട്. ആ സ്റ്റാഫ് മുഴുവനും ഈ പറഞ്ഞ വ്യക്തികൾക്കെതിരെ ആവുകയും എനിക്ക് ട്രാൻസ്ഫർ തരൂല്ല എന്ന് പറഞ്ഞ് പിടിവാശി വെച്ചുകൊണ്ടിരുന്ന ആൾക്കാർ എന്നെ വിളിച്ചിട്ട് റിക്വസ്റ്റ് തരുന്നു എനിക്ക് പെട്ടെന്ന് തന്നെ ഞാൻ ആഗ്രഹിച്ച ഓഫീസ്, ഞാൻ ഏത് ഓഫീസിലേക്കാണ് ഇവിടെ ഉടമ്പടി നിയോഗം വെച്ചത് ആ ഓഫീസിലേക്ക് തന്നെ എനിക്ക് വളരെ പെട്ടെന്ന് തന്നെ വരാൻ December 9 എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റി. ജോയിൻ ചെയ്ത് കഴിഞ്ഞ് ഞാനിവിടെ സാക്ഷ്യം പറയാൻ വേണ്ടി വന്നായിരുന്നു. അന്നേരം എനിക്ക് ഒരു സാക്ഷ്യം ഉള്ളതുകൊണ്ട് പറയണ്ടെന്ന് പറഞ്ഞ് എന്നെ തിരിച്ചു വിട്ടു. പിന്നെ രണ്ടാമത്തെ എൻ്റെ ഒരു സാക്ഷ്യം പറഞ്ഞ് എൻ്റെ മൂത്ത സഹോദരൻ വളരെ നാളുകളായിട്ട്, ഞങ്ങൾ ക്രിസ്ത്യൻ കുടുംബ പാരമ്പര്യമുള്ളതാണ്, വളരെ നാളുകളായിട്ട് ഒരു 5-6 വർഷമായിട്ട് സഹോദരൻ വേറൊരു സഭയിലേക്ക് മാറി വിശുദ്ധ കുർബാന സ്വീകരിക്കലില്ല. അങ്ങനെ വീട്ടിലേക്ക് മാതാവിനെയൊക്കെയാണല്ലോ എപ്പോഴും ചീത്ത പറയും. അപ്പം ഞാൻ സഹോദരൻ്റെ നിയോഗം വെച്ചിട്ടുണ്ടായപ്പം സഹോദരൻ ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പം എന്നെ വിളിച്ചു. അപ്പം ഞാൻ അമ്മയോട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഉടമ്പടി എടുക്കുക പോയി, അവനെ കൂട്ടിപ്പോയി ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. അവൻ അപ്പം തന്നെ അത് കേട്ടു കേട്ടോ. മാതാവിൻ്റെയൊക്കെ ഒരു അത്ഭുതമാണത്. അപ്പം തന്നെ അവനത് കേൾക്കുകയും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും കുമ്പസാരിക്കാൻ പോയത് തന്നെ ഒരു മിറക്കളാണ്. അവനൊരു ലേഡി ഒരു ഓട്ടോയിൽ കയറ്റി കൊണ്ടുപോവുകയാണ് ചെയ്തത്. വർഷങ്ങളായി അവൻ കുമ്പസാരിച്ചിട്ട്. ആ കുമ്പസാരിക്കുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും വീട്ടിൽ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്തെന്ന് അമ്മ എന്നെ വിളിച്ച് പറയുകയും ചെയ്തു. അതുപോലെ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് മുട്ടുവേദനയായിരുന്നു. മുട്ടിങ്ങനെ എന്നും പ്രാർത്ഥനയില്ലാത്ത മുട്ട് കുത്താൻ നേരത്തും എൻ്റെ മുട്ട് രണ്ടും ഇങ്ങനെ ബൾജ് ചെയ്തിരിക്കും, നീര് വെച്ച്. അപ്പം ഞാൻ എന്നും ഉടമ്പടി തൈലം എടുത്ത് കുരിശ് വരച്ച് മുട്ടുമേ പ്രാർത്ഥിച്ച് കഴിയുക. എനിക്കറിയത്തില്ല എൻ്റെ വേദന എവിടെ പോയെന്ന് എനിക്കറിയത്തില്ല. അതുപോലെ ഹസ്ബൻഡ് ഒരു ദിവസം നടുവേദന വന്നപ്പോൾ എന്നോട് പറഞ്ഞു സ്പ്രേ ചെയ്യാൻ പറഞ്ഞു. ഞാൻ എന്തിനു സ്പ്രേ ചെയ്യുന്നു, നമുക്ക് ഉടമ്പടി തൈലം തേക്കാമെന്ന് പറഞ്ഞ് വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം തേച്ച് കഴിയുമ്പോൾ പുള്ളിക്കാരൻ പറയുമോ, ഇത് ഭയങ്കര മിറക്കളാണല്ലോ, സ്പ്രേ ചെയ്താൽ പോലും വേദന പോകില്ലാത്ത വേദന ഇപ്പോൾ എവിടെ പോയെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കഴിഞ്ഞ് ഈ തിങ്കളാഴ്ച ഞാൻ അമ്മയ്ക്കൊരു ഉടമ്പടി വെച്ചിട്ടുണ്ട്, അമ്മ എനിക്കൊരു വണ്ടി വേണം, അങ്ങനെ എനിക്കൊരു സ്കൂട്ടർ ഞാൻ സാക്ഷ്യം പറഞ്ഞതായിരുന്നു. അപ്പോൾ ഞാൻ എവിടെ പോയാലും എൻ്റെ ഉടുപ്പിൻ്റെ ഈ ലെഫ്റ്റ് സൈഡിൽ മാതാവിൻ്റെ കാശുരൂപം പിന്നുകൊണ്ട് കുത്തിവെക്കും. ഒരു ദിവസം മാലയിലിട്ടപ്പം പോയി പിന്നെ ഞാൻ പിന്നുകൊണ്ട് അതിൻ്റെ ഉള്ളിലെ
ലോക്കിലിട്ട് ഉടുപ്പിൽ കുത്തി, എവിടെ പോയാലും ഞാൻ മാതാവിൻ്റെ കാശിനും കൊണ്ടേ പോവുള്ളൂ. ഉടുപ്പിൽ കുത്തി വെച്ചോണ്ട് ഉടുപ്പിൽ കുത്തി വെച്ചാൽ പിന്നെ വരുമ്പോൾ തന്നെ ഞാൻ എൻ്റെ ഓർണമെൻറ്റ്സ് ഊരി വെക്കുന്ന കൂടെ തന്നെ അലമാരയിൽ വെക്കുക. അപ്പോൾ അങ്ങനെ ഒരിക്കലും നഷ്ടപ്പെടില്ല. അപ്പോൾ ഞാനിങ്ങനെ ഉടുപ്പിൽ കുത്തി വെച്ചാൽ ഞാൻ വണ്ടി എടുക്കാൻ വേണ്ടി ഹെൽമെറ്റ് വെക്കുമ്പോൾ തന്നെ ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലും. എൻ്റെ വണ്ടി എടുത്ത് സ്റ്റാർട്ട് ആകുന്നതിന് മുമ്പേ വിശ്വാസ പ്രമാണം ഇതിൽ കുറിച്ച് വെച്ച് ഹെൽമെറ്റ് വെച്ച് ഞാൻ ഇറങ്ങി കുറച്ച് ആയപ്പോഴത്തേനും വേറൊരു കാറുമായിട്ട് കാർ ഓവർടേക്ക് ചെയ്ത് എൻ്റെ വണ്ടിയിൽ ഇടിച്ചില്ല. ഞാനും പുള്ളിയും ബ്രേക്ക് ഇട്ടു, പക്ഷേ ഞാൻ ബ്രേക്ക് ഇട്ടപ്പോൾ ഞാൻ മറിഞ്ഞു വീണു. ഞാൻ ഈ ലെഫ്റ്റ് സൈഡിലേക്ക് വീണു. പക്ഷേ ഒരു പോറൽ പോലും എനിക്ക് പറ്റില്ല. ആ മെയിൻ റോഡിൽ, ഹൈവേയിൽ മെയിൻ റോഡിൽ വീണിട്ട് തന്നെ എനിക്ക് ഒരു പോറൽ പോലും ഇല്ലാതെ മാതാവ് എന്നെ രക്ഷിച്ചു. ഈ സൈഡ് തിരിഞ്ഞാണ് ഞാൻ വീണത്. എൻ്റെ വണ്ടിക്കൊരു വളരെ ചെറിയൊരു ക്രാഷ് അല്ലാണ്ട് വേറെ ഒന്നും പറ്റിയില്ല. പിന്നെ ഞങ്ങളുടെ ഉടമ്പടി ജീവിതം എങ്ങനെയാണെന്ന് വെച്ചാൽ പത്രപ്രേക്ഷ്യ പ്രവർത്തനമുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ഓഫീസിൻ്റെ അടുത്ത് തന്നെ ക്യാൻസർ വാർഡുണ്ട്. അവിടെ എല്ലാ ആഴ്ചയിലും പേഷ്യൻസിൻ്റെ പോയി കണ്ട് അവരോട് സംസാരിക്കും. ചെറിയ രീതിയിലൊക്കെ എല്ലാവർക്കും ഞാൻ സാമ്പത്തിക സഹായം ചെയ്യും. പത്രപ്രവർത്തനമുണ്ട്. പിന്നെ അനാഥാലയങ്ങളിൽ സന്ദർശിക്കാറുണ്ട്. ഇത്രയൊക്കെ ചെയ്തു തന്നെ എൻ്റെ മാതാവിനും അമ്മയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് അനഘ. ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് വരുന്നു. ഞാൻ 2024 നവംബർ 8-ാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. എനിക്ക് അതിന് മുന്നേ കൃപാസനത്തിനെ പറ്റി അറിയാമായിരുന്നു. കാരണം എൻ്റെ അമ്മ 5 വർഷമായിട്ട് ഉടമ്പടിയിലുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ എനിക്ക് പ്രാർത്ഥനാ ജീവിതം അധികം ആ തീഷ്ണതയോടെ ഞാൻ പ്രാർത്ഥിക്കാറൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ എൻ്റെ അമ്മ എൻ്റെ അടുത്ത് പറയായിരുന്നു, 18 വയസ്സ് കഴിഞ്ഞപ്പോൾ തൊട്ട് പറയായിരുന്നു, നീ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണം, പ്രാർത്ഥിക്കണം എന്നൊക്കെ. അപ്പം ഞാൻ പറയായിരുന്നു, ആരും നിർബന്ധിച്ച് എന്നെ കൊണ്ട് ഉടമ്പടി എടുപ്പിക്കണ്ട, എനിക്ക് മനസ്സ് തോന്നും, എൻ്റെ മനസ്സിൽ തോന്നുവാണെങ്കിൽ മാത്രമേ ഞാൻ ഉടമ്പടി വന്നെടുക്കത്തുള്ളൂ എന്ന് പറയുമായിരുന്നു. അങ്ങനെ കഴിഞ്ഞ വർഷം എനിക്ക് മനസ്സിലിങ്ങനെ ഒരു ചിന്ത വന്നു, എനിക്ക് ഉടമ്പടി എടുക്കണം. പക്ഷേ എനിക്ക് ഇവിടെ വരാനോ ഉടമ്പടി വന്നാൽ പോലും എനിക്ക് ഉടമ്പടി എടുക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഭയങ്കര തടസ്സങ്ങളായിരുന്നു എനിക്ക് ഉടമ്പടി എടുക്കാനായിട്ട്. അങ്ങനെ എനിക്ക് നവംബർ ആയപ്പോൾ ഞാൻ തീരുമാനിച്ചു എന്തായാലും ഞാൻ ഉടമ്പടി എടുക്കും. അങ്ങനെ ഞാൻ ലീവ് എടുത്ത് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഞാൻ ആ സമയം ഞാൻ ഫൈനൽ ഇയർ എൻ്റെ BSc നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ഞാൻ ഉടമ്പടി എടുത്തത്. അടുത്ത മാസം തൊട്ട് എനിക്ക് സ്റ്റഡി ലീവ് സ്റ്റാർട്ട് ചെയ്യായിരുന്നു. അപ്പം ഞാൻ എൻ്റെ പ്രാർത്ഥനയും എൻ്റെ പഠനവുമായിട്ട് മുന്നോട്ട് പോയി. അപ്പം പഠിക്കുന്നതിനിടയ്ക്ക് ഞാൻ ഇങ്ങനെ മാതാവിൻ്റെ അടുത്ത് പറയായിരുന്നു, എനിക്കിതെല്ലാം കൂടെ ഒന്നിച്ച് പഠിക്കാൻ പറ്റത്തില്ല, അമ്മ മാതാവ് എൻ്റെ തലയിൽ കയറാത്തത് അമ്മ മാതാവ് പഠിക്കണം എനിക്ക് വേണ്ടിയിട്ടെന്ന് ഞാൻ പറയായിരുന്നു. ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും തേർഡ് ഇയറും ഒക്കെ ഞാൻ എൻ്റെ മെറിറ്റിന് മാത്രം വിശ്വസിച്ച് പഠിച്ചാൽ മാത്രമേ പാസ്സാവത്തുള്ളൂ, ഇതൊക്കെ ഒരു ലക്കാണ് എന്നൊക്കെ വിചാരിച്ച് പഠിച്ചിരുന്നൊരു വ്യക്തിയാണ്. അപ്പോഴൊക്കെ എനിക്ക് എൻ്റെ ബാച്ചിൽ ഇപ്പോൾ 60 പേരുണ്ടെങ്കിൽ 60ാമത് പാസ്സാവുന്നൊരു വ്യക്തിയായിരുന്നു. അതായത് ഏറ്റവും കുറവ് മാർക്കോടുകൂടി പാസ്സാവുന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ. അപ്പോൾ ഞാൻ ഇങ്ങനെ മാതാവിൻ്റെ അടുത്ത് പറയായിരുന്നു, എനിക്ക് പഠിക്കാൻ എല്ലാം കൂടെ ഒന്നും എനിക്ക് പഠിക്കാൻ പറ്റത്തില്ല, ഒത്തിരി പഠിക്കാനുണ്ട്, അപ്പം അമ്മ മാതാവ് പഠിക്കണം എൻ്റെ കൂടെ ഇരുന്നൊക്കെ പറയായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അതിൽ ജപമാല ചൊല്ലുന്ന കാര്യങ്ങളൊക്കെ ആൾക്കാർ പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ഓർക്കും, എനിക്ക് ജപമാല ചൊല്ലാൻ അറിയത്തില്ലല്ലോ, കാരണം ഞാനൊരു ഹിന്ദു മതത്തിലുള്ള ഒരാളാണ്. അപ്പം ഞാൻ ഇങ്ങനെ യൂട്യൂബൊക്കെ നോക്കി ജപമാല ചൊല്ലാൻ പഠിച്ചു. ഞാൻ ഇവിടെ വന്ന് ജപമാല വാങ്ങിച്ചു. അങ്ങനെ ഞാൻ ജപമാല എൻ്റെ പഠനത്തിനോട് കൂടി ഞാൻ ജപമാല ചൊല്ലുകയും സാക്ഷ്യം കേൾക്കുകയും ധ്യാനം കൂടുകയൊക്കെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ പരീക്ഷയുടെ തലേ ദിവസമായി. ഫ്രണ്ട്സ് എല്ലാവരും ഇരുന്ന് ഞങ്ങൾ ഹോസ്റ്റലിലിരുന്ന് പഠിക്കുക. അപ്പോൾ എനിക്ക് മാത്രം ഒന്നും പഠിച്ചിട്ട് ഒരു പ്രാവശ്യം 2 പ്രാവശ്യമൊക്കെ റിവൈസ് ചെയ്ത കാര്യമാണെങ്കിലും എനിക്ക് ആ രാത്രി എനിക്ക് അതെല്ലാം എടുത്ത് നോക്കിയിട്ട് എനിക്ക് ആദ്യമായിട്ട് ഞാൻ കാണുന്ന പോലെ ഓരോ പേജ് മറിക്കും തോറും ഞാൻ ഇതൊന്നും വായിച്ചില്ലാത്ത പോലെ കാര്യങ്ങൾ പോലെ എനിക്ക് തോന്നി. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നു. ഞാൻ അവിടെ നിന്ന് കരഞ്ഞു. ഞാൻ വീട്ടിലൊക്കെ വിളിച്ച് കരഞ്ഞു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു, നീ നിനക്ക് നാളെ രാവിലെ എക്സാമിന് പോകുമ്പോൾ നിനക്ക് ശരിയാവും, നിനക്കൊക്കെ ഓർമ്മ വരും. പക്ഷേ എനിക്ക് അവരൊന്നും പറഞ്ഞ് എനിക്ക് വിശ്വാസം വന്നില്ല. ഞാൻ അപ്പോൾ പിന്നെ ഇരുന്ന് പഠിക്കാൻ ശ്രമിച്ചു. അങ്ങനെ എൻ്റെ മനസ്സിലിങ്ങനെ കുറേ നേരമായിട്ട് ഇങ്ങനെ ആരോ പറയുന്ന പോലെ തോന്നി, നീ കൃപാസനം പത്രം എടുത്ത് ചുമ്മാ ഒന്ന് വായിച്ച് നോക്ക്, നീ പത്രം വായിക്കുക, കൃപാസനം പത്രം വായിക്കാൻ ഇങ്ങനെ മനസ്സ് തോന്നുന്നുണ്ട്. പക്ഷെ ഞാൻ അപ്പോഴും പഠിച്ചുകൊണ്ടിരുന്നു. ഞാനിവിടുന്ന് ആദ്യം ഉടമ്പടി എടുത്തപ്പോൾ നവംബർ മാസത്തെ പത്രം എനിക്ക് കിട്ടിയായിരുന്നു. പക്ഷെ ഞാൻ എന്നിട്ടും അതെടുത്ത് വായിക്കുന്നില്ല. എൻ്റെ അടുത്ത് ആരോ ഇങ്ങനെ പറയുന്നുണ്ട്, നീ വായിക്കുക, പത്രം എടുത്ത് വായിക്കുക. അപ്പം ഞാൻ ഓൾറെഡി അതിൻ്റെ ഒരു ഫ്രണ്ടിലത്തെ പേജ് മാത്രം വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനങ്ങനെ പത്രം എന്തായാലും വായിക്കാമെന്ന് വെച്ചിട്ട് ഞാൻ എൻ്റെ ബുക്ക് അടച്ച് വെച്ചിട്ട് പത്രം എടുത്ത് ഞാൻ 2ാമത്തെ പേജ് തിരിക്കുകയും ഞാൻ ആദ്യം വായിച്ച സാക്ഷ്യം കേട്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. എനിക്ക് കരച്ചിൽ വന്നു. കാരണം
ഞാൻ അപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ എന്താണോ അതായിരുന്നു ആ പത്രത്തിൽ വേറൊരു കുട്ടിയുടെ സാക്ഷിയായിട്ട് അവിടെ എഴുതിയേക്കുന്നത്. കാരണം എന്നെ പോലെ BSc നഴ്സിംഗ് പഠിക്കുന്ന നിമ്മി എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ സാക്ഷ്യം, ഞാൻ ആ സമയം അനുഭവിച്ചുകൊണ്ടിരുന്ന ബുദ്ധിമുട്ടായിരുന്നു ആ പത്രത്തിലുണ്ടായിരുന്ന ആ സാക്ഷ്യത്തിൽ. ആ കുട്ടിയെ പരീക്ഷ എങ്ങനെയാണ്, ആ ബുദ്ധിമുട്ടുള്ള പരീക്ഷ ആ കുട്ടി എഴുതിയെന്നും മാതാവ് എങ്ങനെയാണ് അവളെ അത്ഭുതപരമായിട്ട് വിജയിപ്പിച്ചതെന്നുള്ള സാക്ഷ്യമായിരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് എൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കുവാണ്, സമാധാനമായിട്ട് ഇരിക്കുക എന്ന് എൻ്റെ അടുത്ത് പറയാൻ നോക്കുവാന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ എൻ്റെ എക്സാം എഴുതാൻ പോയി. കാശരൂപവും അതുപോലെ തന്നെ ഞാൻ ഉപ്പ് എൻ്റെ എക്സാം ഹാളിലിട്ടു. എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഞാൻ തൈലം കുരിശ് വരച്ച് കൊടുത്തു. അങ്ങനെയാണ് ഞങ്ങളെല്ലാവരും എക്സാമിന് പോയത്. എല്ലാ എക്സാമും എല്ലാവർക്കും പാടായിരുന്നു. ഫ്രണ്ട്സൊക്കെ വന്നിട്ട് അവരെഴുതി ഉത്തരവൊക്കെ പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ഓർക്കും, ഞാൻ ഇതൊന്നും അല്ലല്ലോ എഴുതിയേ, ഞാൻ ഇങ്ങനെ ജയിക്കുന്നേ. ഫൈനൽ ഇയർ ആണ്, എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പം ഞാനിങ്ങനെ പൊതുവേ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഞാൻ മാത്രം തോറ്റുപോവോ, ഞാൻ എന്ത് ചെയ്യും, അങ്ങനെയൊക്കെ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പം ഇങ്ങനത്തെ ചിന്തകളൊക്കെ എൻ്റെ മനസ്സിൽ വരുമ്പോൾ ഒരു വചനം എൻ്റെ മനസ്സിൽ വരും, നിൻ്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിൻ്റെ മധ്യമുണ്ട്. ഇത് ഞാനിങ്ങനെ ബുക്കിൽ എഴുതുകയും ഒത്തിരി പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ കഴിഞ്ഞ ആഴ്ച ഇവിടെ ചൊവ്വാഴ്ച ധ്യാനം നടന്നുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ റിസൾട്ട് വന്നു. അപ്പം ഞാൻ കഴിഞ്ഞ ഞായറാഴ്ചത്തെ ധ്യാനം ഇവിടെ വന്ന് ഞാൻ ധ്യാനം കൂടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വേറൊരു ധ്യാനം, അച്ഛൻ്റെ ധ്യാനം 11:30 ആയപ്പോൾ ഞാൻ ഇവിടെ യൂട്യൂബിൽ ധ്യാനം നടക്കുന്ന സമയത്ത് വേറൊരു ധ്യാനം എടുത്ത് കണ്ട്. അപ്പം എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും വിളിക്കുക എന്നെ, നീ റിസൾട്ട് നോക്ക്, നിൻ്റെ റിസൾട്ട് വന്നു. അപ്പോഴൊന്നും എനിക്ക് ധ്യാനം കഴിയാതെ എനിക്ക് റിസൾട്ട് കാണണ്ട. ഞാൻ 2 മണിക്കൂറുള്ള ധ്യാനം കൂടി കഴിഞ്ഞിട്ട് എൻ്റെ റിസൾട്ട് നോക്കിയപ്പോൾ എനിക്ക് ഇന്നേ വരെ കിട്ടാത്ത മാർക്ക് മാതാവ് എനിക്ക് തന്നെ എന്നെ പാസ്സാക്കി. ഞാൻ ബാച്ചിൽ ഏറ്റവും അവസാനം പാസ്സായിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ പാസ്സാകും, 1/2 മാർക്ക് പോയാൽ ഞാൻ തോറ്റു പോകും, അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷേ ഈ പ്രാവശ്യം റിസൾട്ട് വന്നപ്പോൾ ആദ്യത്തെ പേജിൽ തന്നെ, അതായത് റാങ്ക് ലിസ്റ്റിന് ആദ്യത്തെ പേജിൽ തന്നെ എൻ്റെ പേരുണ്ട് 17ാമത്. അത്രയും മാർക്ക് എന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് ഒന്നും ചോദിച്ചില്ല, എന്നെ പാസ്സാക്കി തന്നാൽ മതി എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. പക്ഷെ മാതാവ് എന്നെ ഒത്തിരി മാർക്ക് തന്നെ പാസ്സാക്കി. അപ്പം ഞാൻ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ എൻ്റെ മെറിറ്റിൽ മാത്രം വിശ്വസിച്ചുകൊണ്ടിരുന്നൊരു വ്യക്തിയായിരുന്നു. ദൈവത്തെ എൻ്റെ അവസരോചിതമായിട്ട് ഞാൻ ദൈവത്തെ വിളിക്കുന്ന ഒരാളായിരുന്നു. എൻ്റെ ആവശ്യം കഴിയുമ്പോൾ ഞാൻ ദൈവത്തിന് നന്ദി പറയുമോ, അല്ലെങ്കിൽ ഞാൻ പറയും ഞാൻ പഠിച്ചുകൊണ്ടാണ് കിട്ടിയേ, അങ്ങനെയൊക്കെ പറയുന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലായി, എൻ്റെ കഴിവ് കൊണ്ടല്ല മാതാവിൻ്റെ കൃപ കൊണ്ട് എനിക്ക് കിട്ടിയ അനുഗ്രഹമാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഞാൻ ഇങ്ങനെ ഒരു വ്യക്തിയായിരുന്നില്ല. ഞാൻ എൻ്റെ ഭയങ്കര റൂഡായിട്ടും ഭയങ്കര ആറ്റിറ്റ്യൂഡൊക്കെ ഉള്ള ഒരാളായിരുന്നു ഞാൻ. എപ്പോഴും ഫ്രണ്ട്സിൻ്റെ കൂടെ കളിയും ചിരിയും തമാശയും അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കിയൊക്കെ ഇരിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. ഇപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഈശോനെ പറ്റിയും മാതാവിനെ പറ്റിയും ഇവിടുത്തെ സാക്ഷ്യങ്ങളെക്കുറിച്ചും അച്ഛൻ ധ്യാനത്തിൽ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ അവരുടെ അടുത്ത് സംസാരിക്കുന്നത്. എന്നും രാവിലെയും വൈകിട്ടും ഞാൻ ഇവിടുത്തെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കും 5:30 തന്നെ. അപ്പോൾ അവരിങ്ങനെ ചോദിക്കും, നീ എന്ന് രാവിലെ എങ്ങനെയാണ് എണ്ണീറ്റിരുന്ന് പ്രാർത്ഥിക്കുന്നേ? ക്രിസ്ത്യൻ ഫ്രണ്ട്സ് തന്നെ ചോദിക്കും, ഞങ്ങൾക്ക് പോലും ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾ പോലും ഇങ്ങനെ ഫുള്ള് ബൈബിള് വായിച്ച് തീർത്തിട്ടില്ല, നിനക്ക് എങ്ങനെയാണ് ഇതൊക്കെ സാധിക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പം ഞാൻ പറയും, ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്, എനിക്ക് മാതാവ് അതിനുള്ള കൃപകൾ തരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നതെന്ന് ഞാൻ പറയും. അപ്പോൾ ഇത്രയും അനുഗ്രഹം തന്ന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി.